ആഹാ, നമ്മൾ ഇന്നൊരു പാൽപായസ കഥയാണ് കേൾക്കാൻ പോകുന്നത്. പായസം വെക്കുന്നത് മറ്റാരുമല്ല, ജസ്ന സലീം തന്നെ. ജസ്ന സലീമിനെ നിങ്ങൾ ആരും മറന്നു പോയില്ലല്ലോ അല്ലെ? ഈ കൃഷ്ണനൊക്കെ വരച്ച് ഒരുപാട് വിവാദങ്ങൾ ഏർപ്പെട്ട ജസ്ന സലീം ഉണ്ടല്ലോ, പുള്ളിക്കാരി തന്നെ. കുറെ കാലം ഇവള് കൃഷ്ണന്റെ പേരും പറഞ്ഞ് ഓരോ വള്ളിക്കെട്ടും കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഇവളെ കൊണ്ടൊരു സ്വൈര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ റീച്ചിന് വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് വരും. ഇവള് മുമ്പ് ഗുരുവായൂരിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടല്ലോ. അവിടെ കയറാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ പോയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഈ പറഞ്ഞ ജസ്ന സലീം. അതടങ്ങിയപ്പോ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ പായസം തന്നെയാണ് പ്രശ്നം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പായസം ഉണ്ടാക്കണപ്പോ വലിയ തെറ്റാണോ എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് ജസ്ന സലീം അവളുടെ ചാനലിൽ കുക്കിംഗ് വ്ലോഗ് ചെയ്തതാണെന്നുള്ളതാണ്. പക്ഷെ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ അല്ല കാര്യം മനസ്സിലായത്. നമ്മൾ എന്തായാലും ജസ്ന സലീമിന്റെ പായസം വീഡിയോ ഒന്ന് കണ്ടോക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാരാ ഞാൻ എന്താക്കി, ഒരു പായസം വെച്ചാലോ എന്ന് വിചാരിച്ചു. എന്ത് പായസമാണെന്ന് വെച്ചാൽ ചെറുപയറിൻ പരിപ്പ് പായസം ഉണ്ടല്ലോ. ചിലർ ചെറുപയർ പായസം എന്ന് പറയും, ചിലർ പരിപ്പ് പായസം എന്ന് പറയും, അങ്ങനെയാണ്. അപ്പോൾ പരിപ്പൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടു. അതിലാവശ്യമായിട്ടുള്ള മധുരത്തിന് ശർക്കര ആട്ടോ കൂട്ടിയത്. കുറച്ചാണ് പായസം വെച്ചത്, ആ ഒരു കാണുന്ന പാത്രത്തിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശർക്കര മതി. അപ്പോൾ പാല് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. അപ്പം ഇവിടെ തേങ്ങാപ്പാലിൽ ഒഴിക്കാൻ എനിക്കൊരു ഓപ്ഷനും ഇല്ല, കാരണം വീട്ടിൽ തെങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഷോപ്പ് പോയി നോക്കുമ്പോൾ തേങ്ങ കിട്ടിയില്ല. അപ്പോൾ എന്താക്കി, മിൽമേൻ്റെ പാൽ ഒഴിച്ചു കേട്ടോ. മിൽമയുടെ പാൽ ഒഴിക്കാറുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഒഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മധുരത്തിന് മിൽക്ക് മെയ്ഡ് കൂട്ടിട്ടോ. എന്നിട്ട് നല്ല രസം എന്തായാലും കേൾക്കാൻ. എന്താ മോളെ, ആരുടെങ്കിലും ഹാപ്പി ബർത്ത്ഡേ വല്ലോ മറ്റോ ആണോ? അല്ല, പായസം വെക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും കാര്യമായിട്ട് ആർക്കോ വേണ്ടിയാണ് പായസം ഉണ്ടാക്കുന്നത്. ആർക്കാണ് ജസ്ന സലീം നീ കാര്യമായിട്ട് പായസം ഉണ്ടാക്കുന്നത് അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. എന്തായാലും ജസ്ന തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. എന്താ പറയുക, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അതെന്താ കാരണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത്രയും നല്ല പായസം വെച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറയാം എന്തുകൊണ്ടാണെന്ന്. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാൻ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം, ഇതെന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. അങ്ങനെ പറ. അപ്പൊ കണ്ണന് വേണ്ടിയാണ് പായസം അല്ലേ? എന്തായാലും കൊള്ളാൻ മോളെ നിന്റെ പ്രകടനം. അല്ലെങ്കിൽ നീ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, വളരെ നല്ല കാര്യം. പക്ഷെ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും പാലിക്കേണ്ട മര്യാദകളും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നീ എന്താ വിചാരിച്ചത്, നിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി നിന്നെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു വിടുമെന്നോ? പ്രത്യേകിച്ച് നീ ഇതിനു മുന്നേ ഗുരുവായൂർ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ലേ, എന്നിട്ടും വീണ്ടും വെറുപ്പിക്കാൻ നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ശരിക്കുണ്ടല്ലോ, ഇവിടെ എന്റെ കണ്ണൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവള് നല്ലോണം വെറുപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഒരു മര്യാദകളും ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട്. അത് അമ്പലത്തിലാണെങ്കിലും ശരി, പള്ളിയിലാണെങ്കിലും ശരി. ഇതൊക്കെ ആരോട് പറയാനോ അല്ലേ? ജസ്നയോട് ഗുരുവായൂരിൽ പോകരുത് എന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഒന്നിലധികം തവണ വാണിംഗ് ചെയ്തതാണ്. അങ്ങനെ അത് വെറുതെ കൊടുത്ത വാണിംഗ് ഒന്നും അല്ല കേട്ടോ, കയ്യിലിരിപ്പ് കാരണം കൊടുത്ത വാണിംഗ് ആണ്. ആദ്യം തട്ടമിട്ട് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഗുരുവായൂരമ്പലത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മതസ്ഥർക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ പാടില്ലല്ലോ. അതിപ്പോ ഓരോ സ്ഥലമാകുമ്പോൾ ഓരോ ആചാരങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനെ ബഹുമാനിക്കാനും കൂടി പഠിക്കണമല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ജസ്ന സലീം അവിടെ പോയിട്ട് കേക്ക് വരെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോഴും ഇത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേ പാൽപായസവും കൊണ്ട് ചെല്ലുന്നു. എത്ര വാണിംഗ് കൊടുത്തിട്ടും വീണ്ടും ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ ജസ്ന സലീം ക്ഷേത്ര കമ്മിറ്റിക്കാരെ അടക്കം കളിയാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജസ്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഇത് ഞാൻ ആ നടക്കൽ വെച്ചിട്ട് പോരാട്ടോ ചെയ്യാം. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എന്റെ കണ്ണനും. എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. ഇവൾക്ക് നാണില്ലേ എന്ന് ചോദിച്ച് തൽക്കാലം എനിക്ക് ഞാൻ നാണക്കേട് ഉണ്ടാക്കുന്നില്ല.
കണ്ണൻ അവൾക്ക് മകനാണ് പോലും. അപ്പൊ പറഞ്ഞു നീ ഭഗവാൻ കൃഷ്ണന്റെ അമ്മ വരെ ആയോ? എന്തൊക്കെ മോഹങ്ങളാണ് കുഞ്ഞെ നിനക്ക് പായസം കൊടുക്കണേലും നീ എത്ര വേണേലും കുടിച്ചോ. പക്ഷെ അതൊരു കണ്ടന്റ് ആക്കി ഈ ആൾക്കാർക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുന്ന എന്തിനാണ്? നീ ആൾക്കാരെ അറിയാൻ വേണ്ടി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇനി ഇവള് പായസവുമായി ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് ക്ഷേത്ര കമ്മിറ്റിക്കാർ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവളുടെ മതത്തിൽ നിന്ന് ഇവൾക്ക് സപ്പോർട്ട് കിട്ടണം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം ഇവള് പായസവും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നീ ചെല്ലുന്നതെങ്കിൽ നിനക്ക് തെറ്റുമോളെ. ഇനി ആര് തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്താലും ഇവിടുത്തെ മുസ്ലിംസ് നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നീ വിചാരിക്കേണ്ട. അല്ലെങ്കിലും നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. ഓൾറെഡി ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഇങ്ങോട്ടാണ് എല്ലാവർക്കും പായസം കൊടുക്കാറുള്ളത്. അല്ലാതെ പുറത്തു നിന്നുള്ള പായസം അവിടത്തേക്ക് സ്വീകരിക്കുന്ന പതിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പോട്ടെ, നീ പായസം ഉണ്ടാക്കാതിരിക്കും, എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ ഇത് എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത്? നിനക്ക് റീച്ച് വേണമല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ടാണല്ലോ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നിനക്ക് നല്ലോണം അറിയാം നീ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് വിവാദമാകും, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് വേണ്ടിയൊക്കെ തന്നെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്. അത് കാണുന്ന ഈ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. എന്തായാലും നീ ബാക്കി കൂടി പറ, കേക്കട്ടെ. അങ്ങനെ പായസമൊക്കെ എടുത്ത് എന്താ പറയുക, നല്ല സന്തോഷത്തോടെ ഗുരുവായൂരേക്ക് യാത്ര തുടങ്ങിട്ടോ. വണ്ടി കയറിയാൽ പിന്നെ വണ്ടിയിൽ പാട്ട് വെച്ചിങ്ങാൻ ഞങ്ങളും കൂടെ ആടി എന്ന് പറഞ്ഞതിൻ്റെ അതിൽ അടിപൊളിയായിട്ടാട്ടോ ഗുരുവായൂർ പോയി വരാറ്. പോരാത്തതിന് ഭയങ്കര മഴ, രാവിലെ തൊട്ടിട്ട് തോരാത്ത മഴയാട്ടോ. അപ്പം ഈ മഴയത്ത് വണ്ടിയിൽ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തിയിട്ടോ. കോഴിക്കോട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സമയം തൊട്ടിട്ട് മഴയാണ്, നിൽപ്പില്ലാത്ത മഴ. എനിക്ക് തോന്നുന്നത് ആശാനോട് ഓഫാക്കാൻ മറന്നു പോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അത്രമേൽ മഴ കേട്ടോ. എങ്ങനെ എന്താ പറയുക, പേമാരി എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ മഴ. മോളെ, മഴ സ്റ്റോപ്പ് ആക്കാൻ മറന്നതൊന്നുമല്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെ ചിലപ്പോൾ സൈ കെട്ട് മഴ നിർത്താത്തതാവും. മഴ കൊണ്ടെങ്കിലും നിന്റെ അങ്ങോട്ടേക്കുള്ള യാത്ര ഒഴിവാക്കിയാലോ എന്ന് കണ്ണൻ വിചാരിച്ച് കാണും. പക്ഷെ ജസ്റ്റിനെ ഫുൾ ജോളി ആയിട്ടാണ് പോകുന്നത് അല്ലേ? അങ്ങനെ ഇങ്ങനെയൊന്നും തളരരുത് രാമൻകുട്ടി. അല്ല പിന്നെ ശരിക്കും ഇവളൊക്കെ പണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ വേണം പറയാൻ. പണ്ട് ഇവളെ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് കുറെ അധികം അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളാണ് ഇവൾക്ക് സപ്പോർട്ട് നൽകിയത്. പിന്നീടല്ല മനസ്സിലായത് എല്ലാം ഇവളുടെ പ്രഹസനമാണെന്ന്. ഭഗവാൻ കൃഷ്ണനെ വെറും കണ്ടന്റ് ആക്കാനാണ് ഇവള് നോക്കിയത്. നായുടെ വാല് 12 കാലം കോയിലിട്ടാലും നേരാൻ പോണില്ല എന്ന് കേട്ടിട്ടില്ല. അതന്നെ. എന്തായാലും ഇവളുടെ യാത്രകളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി കണ്ടോക്കാം. അങ്ങനെ പായസമായിട്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ. കുട ഇല്ലായിരുന്നു വണ്ടിയിൽ. എപ്പോഴും കുട ഉണ്ടാവാറുണ്ടായിരുന്നേ. എന്തോ വണ്ടിയിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ പിന്നീട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് പോയിട്ട് ഒരു കുട മേടിച്ചിട്ടാട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ, അത്രക്ക് മഴ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇത്രയൊന്നും മയത്ത് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. പക്ഷെ മയത്ത് ഗുരുവായൂർ പോകുന്ന അവിടെ ഉള്ളിൽ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ പായസമായിട്ട് ഞാൻ കണ്ണന് കൊടുക്കാനായിട്ട് അത്രമേൽ സന്തോഷത്തോടെ കേട്ടോ പോണേ. കാണാൻ വന്ന വെള്ളം. ഇതാരാണ് കൂടെയും പിടിച്ച് ജസ്നത്താത്തന്റെ കൂടെ? നല്ല ബെസ്റ്റ് ആളെ തന്നെയാണല്ലോ കൂടെ കൂട്ടിയേക്കുന്നത്, അരുണേട്ടന്. ഇവൾ എന്ത് ഉടായ്പ കാണിച്ചാൽ ഈ ചങ്ങായി കൂടെ ഉണ്ടാവും. ഇവരൊന്നും വേറൊരു പണിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏത് കാലം എങ്ങനെ ഇവളുടെ കൂടെ കൂടിയതാണ്? ഇവൾക്കോ ബുദ്ധി ഇല്ല, എന്നാൽ കൂടെ നടക്കണ ഇവരെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. അതും ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. ഇനിയെങ്കിലും ഈ പരിപാടി നിർത്താനായില്ലേ ചങ്ങായി? എല്ലാം ഒരു വണ്ടിക്കുള്ള ആൾക്കാർ തന്നെ. എന്തായാലും ഗുരുവായൂർ പോയിട്ട് പായസം വെച്ച് കഴിഞ്ഞിട്ടുള്ള ഇവളുടെ അനുഭവം ഇവള് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് നിന്ന് കേട്ട് നിർത്താം. കടന്റെ മുമ്പിൽ പോയി നിന്നാണ് എന്ത് രസാണ് കാണാനെന്നറിയോ. മയപ്പാറിലൊക്കെ ഇങ്ങനെ അടിച്ച് ഭയങ്കര ഭംഗിയാ കാണാൻ. ഒന്നൊന്നര ഭംഗിയാട്ടോ. അതൊന്ന് കാണാൻ പറ്റി. എപ്പോഴും ഞാൻ വിചാരിക്കും നല്ല മഴയത്ത് എത്തിപ്പെടണം. എനിക്കിതുവരെ അങ്ങനെ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഇപ്പം പറ്റി, ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് കണ്ണിന് പായസമൊക്കെ കൊടുത്തു തിരിച്ചു വീട്ടിലോട്ട്. എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് നല്ല നാടൻ ചോറ് കഴിക്കണം. ചോറ് അല്ല, ഞാൻ ശ്രദ്ധിക്കുന്നത് ആ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഈ ചങ്ങായി കാർ തന്നെയാണോ ഓടിക്കുന്നത് അതോ ലോറിയോ? അല്ലെ ഷർട്ടൊക്കെ അയച്ച് ബനിയനൊക്കെ ഇട്ട് ആൾ 4 തീരെയൊക്കെ തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. സംഭവം മഴ നനഞ്ഞപ്പോ ഷർട്ട് മാറ്റി ബനിയനിട്ട് ഓടിച്ചതാവുംല. എന്തേലാവട്ടെ. എന്തായാലും ജസ്നത്താത്ത ഹാപ്പി ആയല്ലോ അല്ലെ? വിചാരിച്ച മാതിരി പായസം ഒക്കെ കൊടുത്ത് കണ്ണിന് ദൂരെ നിന്ന് കണ്ടു. അങ്ങനെ ഫുൾ സെറ്റായി അല്ലേ? എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ജസ്നക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ജസ്നെ ചെയ്ത ഈ വീഡിയോക്ക് കുറെ റിയാക്ഷൻ വ്ളോഗേഴ്സും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർക്കൊക്കെ ഉള്ള മറുപടി ആയിട്ട് ജസ്നത്താത്ത ഒരു വരവ് വരുന്നുണ്ട് മക്കളെ. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ഒന്നും നടക്കൂല. അത് നമ്മളാദ്യം ചിന്തിക്കണം. നമുക്ക് പോസിറ്റീവ് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചെങ്ങാനും പോസിറ്റീവ് കിട്ടിയാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അത് ഒരിക്കലും നടക്കില്ല. നമുക്ക് ഏറ്റവും വേണ്ടത് നെഗറ്റീവ് മാത്രമാണ്. നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ കൂടെ ചുറ്റിക്കറങ്ങിയാലേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലെത്താൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.
നമുക്ക് എത്രത്തോളം നെഗറ്റീവ് വരുന്നോ അത്രത്തോളം നമ്മൾ തളരാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റും. ശരി, അപ്പൊ നീ സമ്മതിച്ചല്ലോ നിന്റെ ഉദ്ദേശം മാക്സിമം നെഗറ്റീവ് ഉണ്ടാക്കലാണെന്ന്. നെഗറ്റീവ് ഫെയിമാണ് നിനക്ക് വേണ്ടതെന്ന് നീ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലൊന്നും പറയാനില്ല മോളെ. എന്തായാലും നിന്റെ വായന സത്യം വേണമല്ലോ, അത് മതി. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇവൾ ഈ കാണിച്ചു കൂട്ടുന്നതൊന്നും കണ്ണനോടുള്ള ശരിക്കുമുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ണന്റെ പേരും പറഞ്ഞ് അവൾക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കണം, അതിനുവേണ്ടി ഇവൾ ഏതറ്റം വരെയും പോകും, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.